ഹായ്സിൻ്റെ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കോട്ടപ്പുറം ഫെസ്റ്റ് അങ്ങനെ ഞങ്ങളും പോയിട്ടോ കോട്ടപ്പുറം ഫെസ്റ്റിലേക്ക്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരുന്നു കേട്ടോ. 80 രൂപ കൊടുത്ത് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വല്ലതുണ്ടോ എന്നുള്ളതാണ് അന്വേഷണം. ഈ ഫെസ്റ്റിന് അവർ ഒരു പേരിട്ടുണ്ട്, ലണ്ടൻ സിറ്റി എന്നുള്ളത് തന്നെയാണ്. ലണ്ടൻ സിറ്റി സോൺ എന്നാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ബോർഡ്, കട്ടൗട്ടുള്ള ബോർഡുള്ളത്. അങ്ങനെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലം തന്നെ കേട്ടോ നമ്മൾ കയറി ചെല്ലുന്നത്. കുട്ടികളെല്ലാം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇനി ഞങ്ങൾ നേരെ ലണ്ടൻ സിറ്റിയിലേക്ക് കിടക്കുകയാണ്. നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുള്ള ലണ്ടൻ സിറ്റിയിൽ ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് ലണ്ടൻ സിറ്റിയുടെ ഒരു മാതൃക എന്ന് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് നമുക്കതിലൂടെ നടക്കാം. അവിടെ ഇതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മെയിനായിട്ട് തന്നെ ഫോട്ടോസ് എടുക്കാം, പിന്നെ ലൈറ്റുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ച പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഏകദേശം മോഡൽ കട്ടൗട്ട് കൊണ്ട് മോഡൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു സിറ്റിയുടെ ഒരു പഴയ സിറ്റിയുടെ ഒരു ആംബിയൻസ് അതിലൂടെ നമുക്കിങ്ങനെ നടക്കാം. ഞങ്ങൾ ചെന്ന ദിവസം തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും അതിൻ്റെ മോഡലൊക്കെ കയറാനൊക്കെ സൗകര്യം കിട്ടിയെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ട ലണ്ടൻ സിറ്റിയുടെ ഒരു ഏകദേശം ഒരു മാതൃക അവർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉറപ്പിച്ച് പറയാം. എന്നുവെച്ചാൽ അത്രയും ഒരു നല്ലൊരു രസകരമായ രീതിയിൽ അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ, കുറച്ച് ഏരിയ മാത്രമേ അവർക്ക് ലണ്ടൻ സിറ്റി പോലെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ കിടക്കുന്നത് വേറെ സ്ഥലത്തേക്കാണ്. ഇനി നമ്മൾ കയറി ചെല്ലുമ്പോഴേ നമ്മളെ പുരാതന ആദിമ മനുഷ്യന്മാരെ നമുക്ക് കുറച്ച് കാണാം. അവരാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതൊക്കെ ഒരു ആനിമൽ, ആ ഒരു റോബോട്ടിക് ആട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആനിമൽസിനെ കാണാം. കുറച്ചെണ്ണം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാട്ടിലൂടെ നടക്കുന്ന പോലെ റോബോട്ടിക് ആനിമൽസിനെ കാണാം. ആനകളുടെ ഒരുപാട് കാട്ടിലെ മൃഗങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. അവർ ഇങ്ങനെ എത്രത്തോളം അത് കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നു അറിയില്ല, പക്ഷെ എനിക്കെന്തോ അത്ര കണ്ട് ഫീൽ ചെയ്തില്ല. ചെറിയൊരു ശബ്ദം, ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ട് കുറച്ച് ലൈറ്റൊക്കെ വെച്ച് കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിച്ച് പ്ലാസ്റ്റിക് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ നമുക്കിങ്ങനെ നടന്നു പോകുന്ന ഒരു വഴിയിൽ ഒരു സൈഡിലായിട്ട് നമുക്കിത് കാണാൻ കഴിയും. ഇത് കഴിഞ്ഞ് ചെല്ലുന്നതേ നമ്മൾ നേരെ പെറ്റ്സുകളുടെ ഒരു ലോകത്തേക്കാട്ടോ. പലതരം പക്ഷികളെ നമുക്കിവിടെ കാണാം. ചെറിയ പക്ഷികൾ മുതൽ വലിയ കോഴികൾ വരെ നമുക്ക് പലതരം വെറൈറ്റി പക്ഷികളെ കാണാം. അതെല്ലാം കൂട്ടിലാണ്. പലതരം ജീവികളെ നമുക്ക് കാണാം. എലി, അതേപോലെ മുയൽ, അങ്ങനെ ഒരുപാട് പക്ഷികൾ, ഒരുപാട് നമ്മളിതുവരെ കാണാത്ത ഒരുപാട് ഐറ്റംസ്, സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് പാറിപ്പറക്കുന്ന പക്ഷികളുടെ കൂട്ടുകാരാകാം എന്നൊരു ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഹാള് കേട്ടോ. അപ്പോൾ അവിടെ പലതരം പക്ഷികളെ കാണാം. അവിടെ നമ്മൾ സാധാരണ ഇതേപോലെ പക്ഷികളുടെ ഒക്കെ ഒരു സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കാവിനെ പോലുള്ള പക്ഷികളൊക്കെ നമ്മൾ കയ്യിൽ തരും. അവർ കുറച്ച് നേരം നമ്മൾക്ക് കയ്യിൽ അത് വെച്ച് തരും. അതേപോലെ തന്നെ മലമ്പാമ്പിനെ കാണാം അവിടെ. അതൊക്കെ നമ്മൾ തോളത്തിട്ട് തരും. പക്ഷെ അതിനൊക്കെ എക്സ്ട്രാ ഫീസ് ഉണ്ട് കേട്ടോ. അതൊരാൾക്ക് കയ്യിൽ വെച്ച് തരണമെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് അവർ ഈടാക്കുന്നത്. അതിന് എക്സ്ട്രാ ഫീസ് ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നടന്നു കണ്ടു. അവിടെ ഒരുപാട് പക്ഷികളെ കാണാം, പാറിപ്പറക്കുന്ന പക്ഷികളെ കാണാം.
ഇനിയാണ് ട്വിസ്റ്റ് കേട്ടോ. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് കടന്നു ചെല്ലുന്നത് അവിടുത്തെ പാടത്തേക്കാണ്. ഒരു പൂരപ്പറമ്പൊക്കെ കയറിയ എങ്ങനെയുണ്ട് അതേപോലുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒന്നുകൂടി അട്രാക്ഷനായി തോന്നിയത് ഈ മാജിക് ഐസ്ക്രീമിൻ്റെ ഒരു പരിപാടി. നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ കാണുന്ന പോലുള്ള ഈ കുട്ടികൾക്കൊക്കെ ഒരു ഹരം കൊള്ളിക്കുന്ന രൂപത്തിലുള്ള ഒരു ഐസ്ക്രീം, മാജിക് ഐസ്ക്രീം പേരിട്ടിട്ടുള്ള ഒരു പരിപാടി നമുക്കവിടെ കാണാം. ഞാൻ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചിട്ടോ എന്താണ് നമുക്കിവിടെ 80 രൂപക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാനുള്ളത് എന്നുള്ളത്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ കൊടുക്കുന്നത് പാനിപ്പൂരിയാണ്. പിന്നെ കുലുക്കി സർബത്ത്, അതേപോലെ തന്നെ ചായക്കടികൾ, ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് അവരവിടെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് റിങ് എറിയുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ ഒരു 50 രൂപ കൊടുത്ത് ഒരു 8 റിങ്ങോളം ഞാനും മേടിച്ചു. ഞങ്ങളെല്ലാവരും റിങ് ഒന്ന് എറിഞ്ഞു നോക്കി, പരീക്ഷിച്ച് നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ അതൊന്നും നമുക്ക് നടക്കുന്ന പരിപാടിയില്ല. പിന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാം കാണാം. സ്റ്റേജ് പ്രോഗ്രാം ആഴ്ചയിൽ 1-2 ദിവസം ഉള്ളൂ തോന്നുന്നു. അവിടെ ഒരു DJ മ്യൂസിക്, ലൈവ് മ്യൂസിക് വെച്ചിട്ടുണ്ട്, അത് നമുക്കിവിടെ കാണാം. പിന്നെ യന്ത്രഊഞ്ഞാലുണ്ട്, അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതേപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്താണെന്ന് അറിയാം, അതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ക്യാഷ് ഫീ, എക്സ്ട്രാ ഫീ ഉണ്ട്. ഇതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ 80 രൂപയോളം ഉണ്ട്. യന്ത്രഊഞ്ഞാലിൽ കയറണമെന്നുണ്ടെങ്കിൽ 100 രൂപ. അതേപോലത്തെ തോണി ഉണ്ട് അവിടെ. ഈ തോണിയിൽ കയറാനും 100 രൂപ തന്നെയാണ് അവർ ഈടാക്കുന്നത്. അതെല്ലാം കുട്ടികൾക്കൊരു എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ കാശുള്ളവർക്ക് കാശ് ചിലവാക്കിയിട്ട് കയറുന്നവർക്ക് കയറാം, അതിനൊക്കെ സൗകര്യം കാണുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ഈ പൂരപ്പറമ്പ് പോലൊരു സ്ഥലത്ത് 80 രൂപക്ക് ഒന്നും ഇല്ല എന്ന് തന്നെ. എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പാകത്തിൽ ഒരുപാട് സംഭവങ്ങൾ വേണ്ടതായിരുന്നു. അതല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരാൾക്ക് 1000 രൂപയോളം ചിലവുണ്ട്. ഈ ഫുഡ് കോർട്ടൊന്നും ഇല്ലാണ്ട് കേട്ടോ. മറ്റുള്ള എല്ലാത്തിനും കയറി ആസ്വദിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1000 രൂപയോളം ഒരാൾക്ക് ചിലവ് വരുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് കേട്ടോ. 10 മണി വരെ ടൈമുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ ഉള്ളിൽ നടന്ന് കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലമുള്ളൂ. അതിനുള്ള സംഭവങ്ങളുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഉള്ളത് സ്റ്റേജ് പ്രോഗ്രാമാണ്. അന്ന് ഞങ്ങൾ ചെന്ന ഒരു DJ മ്യൂസിക് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവിടെ പല അപകടങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയാലും ഞങ്ങൾ മറ്റൊന്നിലും കയറാനും നിന്നില്ല. ഞങ്ങൾ ഒന്ന് ചുറ്റിക്കണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ.